ഇതാണ് ഗ്ലോബൽ വില്ലേജ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മുമ്പ് നമ്മൾ ഏഷ്യാനെറ്റിലെല്ലാം കണ്ടിട്ടുള്ള DSF, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ദുബായ്ക്കാർക്കെല്ലാം ചിലപ്പോൾ ഇത് കണ്ടുമടുത്തൊരു സംഭവമായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കൊരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു ഇതെല്ലാം. നമ്മൾ പോയത് VIP എൻട്രിലൂടെ കേട്ടോ. അവിടെ പോയപ്പോൾ നമുക്കൊരു കാവയും അതുപോലെ തന്നെ ഈത്തപ്പഴം കിട്ടി. കാവ എന്ന് പറഞ്ഞാൽ അറബിക് കോഫി. ദുബായ് നഗരത്തിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ലോകമെമ്പാടുമുള്ള ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരവും പാരമ്പര്യവും വ്യത്യസ്തതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണിത്. ഡിഫറെൻറ്റ് കൺട്രീസും അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്ന ഒരു ഉത്സവ കാർണിവലിലൂടെയാണ് ഇത്. നാൽപ്പതിനായിരം വിസിറ്റേഴ്സിന് വരെ ഒരു ദിവസം ഇവിടെ കയറാൻ കഴിയുന്നതാണ്. 2023 ഇത് 42,000 വിസിറ്റേഴ്സ് കയറി റെക്കോർഡ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നടക്കാൻ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇത് മൊത്തത്തിൽ ചുറ്റിക്കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു വെഹിക്കിളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് കാശ് കൊടുക്കണം. 27 കൊല്ലം മുന്നേ ഓപ്പണാക്കിയൊരു സംഭവമാണ് കേട്ടത്. 20,000 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ ഈ മൊബൈലിൻ്റെ ക്യാമറ എല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് കുറേ നടന്നെങ്കിലും ഒരുവിധം സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കമ്പനി അടിച്ച് ജോലിയായിട്ട് തന്നെ ഒരുവിധമൊക്കെ കവർ ചെയ്ത് വന്നു. അതുപോലെ സൗദിക്കുള്ളിൽ പോയപ്പോഴും കിട്ടി ഒരു കോഫിയും ഒരു ഈത്തപ്പഴവും. ഓക്കെ, താങ്ക് യു. കണ്ടില്ലേ, ഇവരുടെ ഓരോരോ കൾച്ചറിനനുസരിച്ചുള്ള പാട്ടുകളും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. ഭയങ്കര വലിയൊരു സംഭവം തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ നമുക്കിത് കാണാം. നമ്മൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ കാണുന്നതാണ്. കണ്ടോ, നല്ല രസമായിരുന്നു. അവിടെ നേരെ പലസ്തീനിലേക്ക് കയറിയത് കേട്ടോ. അവിടെ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ഫേമസ് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്, സാദ എന്ന് പറഞ്ഞൊരു സാധനം. എവിടെ പോയാലും ചൈന മാർക്കറ്റ് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സത്യം തന്നെ. അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത് ചൈന മാർക്കറ്റിലാണ്. എന്ത് തന്നെ ആയാലും ഇതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ UAE ഗവൺമെൻറ്റിന് കൊടുത്തേ പറ്റൂ. കാരണം അത്രയും ദൃശ്യവിസ്മയം തന്നെയാണ് രാത്രി കാലങ്ങളിലെല്ലാം പോകുമ്പോൾ. ഇറാൻ സ്പെഷ്യൽ. ഓക്കെ. ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്തിരുന്നൊരു കൺട്രിയാണ് ഒമാൻ. പക്ഷേ ഞാൻ ഇവിടെ കയറിയപ്പോൾ ഒമാൻ ഹൽവ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. അങ്ങനെ ഒരുവിധം കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി അടുത്ത കൊല്ലത്തെ ഗ്ലോബൽ വില്ലേജിന് കാണാം എന്നുള്ള തീരുമാനത്തിൽ. എന്ത് തന്നെയായാലും നല്ല കാഴ്ചകളും സുന്ദരമായ നിമിഷങ്ങളുമായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്.